ഹായ് പ്രിയരെ, ഒരു കിടിലൻ യാത്രയ്ക്ക് പോയതുകൊണ്ട് ചതുരംഗപ്പാറ പൊന്മുടി വളരെ മനോഹരമായ ഒരു യാത്രയാണ്. നിങ്ങളെല്ലാവരും പോകണം. അത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ ആസ്വദിക്കാൻ കഴിയുന്നത്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി നടത്തുന്ന വിനോദയാത്ര ഇപ്പോൾ ധാരാളം ജനങ്ങളിതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര നല്ല യാത്രയാണ്. നമ്മൾ ഏത് വിനോദയാത്ര പോകുന്നതിനേക്കാളും വളരെ എൻജോയ് ചെയ്ത് പോകാവുന്ന ഒരു യാത്രയാണ്. ജീവനക്കാരാണെങ്കിലും നല്ല സഹകരണമാണ് നമ്മളോട് കാണിക്കുന്നത്. ആടിപ്പാടി പാട്ടുകൾക്ക് പാടി തിമിർത്ത് സുഖകരമായിട്ട് പോകുന്നൊരു യാത്രയാണ്. ഇത് ചീയപ്പാറ വെള്ളച്ചാട്ടമാണ്. ഈ പോകുന്ന വഴിയിൽ ആദ്യത്തെ സ്ഥലം ഇതാണ്, ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇപ്പോൾ വെള്ളം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വളരെ കണ്ണിന് കുളിർമയുന്ന ഒരു കാഴ്ച തന്നെയാണ്. ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ ഫോട്ടോ എടുക്കുവാനും ഇത് ആസ്വദിക്കുവാനും എല്ലാം കാത്തു നിൽക്കുന്നത് നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചയും കണ്ട് നമുക്ക് അല്പം മുന്നോട്ട് പോകാം. വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവാം. കണ്ടോ, ധാരാളം പേരിങ്ങനെ വണ്ടി എല്ലാം പാർക്ക് ചെയ്ത് ഈ കാഴ്ച ആസ്വദിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ വാളറ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. അവിടെയും നല്ല ദൃശ്യഭംഗിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇതൊരു ചെറിയ ഡാമാണ്, പോകുന്ന വഴി ഉള്ളൊരു ചെറിയ ഡാമാണ്. ആ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഈ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത്. വെള്ളത്തിൽ മരങ്ങളുടെ ഷാഡോ പതിഞ്ഞിരിക്കുന്നതാണ് നല്ല ഭംഗിയിട്ട്. പിന്നെ അതുപോലെ തന്നെ മലനിരകളും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീനാരായണപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് തന്നെയാണ്. അവിടെയുള്ള ഒരു സിപ്പ് ലൈൻ റൈഡാണത്. മുകളിൽ കെട്ടിയ കമ്പിയിലൂടെ ഊർന്ന് പോകുന്ന ഒരു ഇതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയും അനുഭവമാണ്. നല്ല ധൈര്യമുള്ളവർക്ക് മാത്രം പോയാൽ മതി. പക്ഷെ അപകടമൊന്നും ഉണ്ടാവില്ല. അത്ര വളരെ സേഫായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂടത്തിലുള്ള ധാരാളം ആൾക്കാർ പ്രായഭേദമന്യേ എല്ലാവരും ഇതിലൂടെ സഞ്ചരിക്കും. 400 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ച്. ഇപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. ധാരാളം പേര് പ്രായഭേദമന്യേ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും പങ്കെടുത്തു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ശ്രീനാരായണപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന ഈ സിപ്പ് ലൈൻ. റിപ്പിൾ വാട്ടർഫാൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ താഴെ ഭാഗത്തുനിന്ന് പോയിട്ട് ഷൂട്ട് ചെയ്തതാണത്. ഇത് പന്നിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ്. ഇതിൻ്റെ നിർമ്മാണ സമയത്തുണ്ടായ അപകടത്തിൽ അന്തരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരക സ്തൂപമാണത്. ഇത് രാജാക്കാടുള്ള ഡാം ആൻഡ് ഡെയിൽ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാർക്കാണ്. പാർക്കിൻ്റെ കവാടത്തിൽ തന്നെ ഒരു വൻ വൃക്ഷം നിൽക്കുന്നുണ്ട്. അത് വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. ഇവിടെ പ്രവേശിക്കുവാനായിട്ട് 10 രൂപയാണ് ഓരോരുത്തർക്കും ഫീസ് കൊടുക്കേണ്ടത്. ഈ വയലറ്റ് നിറത്തിൽ കാണുന്ന ചെടി സെലസ്റ്റോമ എന്ന ചെടിയാണ്. ഇവിടുത്തെ പൂക്കൾക്കെല്ലാം പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ ഈ പൂക്കളുണ്ടെങ്കിലും ഇത്ര ഭംഗി കാണുന്നില്ല. ഇത് കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ്. ഇത് സ്കാർലറ്റ് ക്രോക്ക് വൈഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. നമ്മുടെ നാട്ടിൽ ഇത് വളരില്ല. ഇത് പ്രത്യേക കാലാവസ്ഥ, തണുപ്പുള്ള അന്തരീക്ഷത്തിൽ മാത്രം വളരുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. ഇത് പല വെറൈറ്റി ഉണ്ട്. ഇത് കല്ലാർകുട്ടി പ്രദേശമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും ഭംഗിയാർന്ന മലനിരകളും
നിറഞ്ഞ പച്ചപ്പും കോടമഞ്ഞിൻ്റെ സാന്നിധ്യവും എല്ലാം കൊണ്ട് വളരെയധികം കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നു. കോടമഞ്ഞിൻ്റെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഒരു പൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ ഭംഗിയാർന്നൊരു പൂവാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലത്തെ പൂ. ശരിക്ക് നമ്മൾ ഈ വേലി ഇറമ്പിലൊക്കെ ചെമ്പരത്തി വെച്ച് പിടിപ്പിക്കുന്ന പോലെ ഒരു വീടിൻ്റെ മുൻവശം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടിയാണ്. നമ്മുടെ നാട്ടിൽ വളരെ തോട്ടത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ച് എൻ്റെ നടുവിലൂടെ അടുത്ത സ്ഥലത്തേക്ക് ഇനി കിള്ളിപ്പാറ, ചതുരംഗപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അതിനായി പ്രത്യേകം ജീപ്പ് ഇവിടെ സവാരിക്കായി തയ്യാറായിട്ടുണ്ട്. ജീപ്പിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കണം. അത് KSRTCയുടെ ചാർജിൽപ്പെട്ടതല്ല. ഓരോരുത്തർക്കും 150 രൂപ വീതമാണ് കൊടുക്കേണ്ടത്. ഇത് കാടിന് നടുവിലൂടെയുള്ള ഒരു ഓഫ് റോഡ് സഞ്ചാരമാണ്. ഇതൊരു പ്രത്യേക അനുഭവമാണ് ഓഫ് റോഡ് സഞ്ചാരം എന്ന് പറഞ്ഞാൽ. ജീപ്പ് മാത്രമേ ഇതിലൂടെ പോവുകയുള്ളൂ. കഷ്ടിച്ച് ഒരു ജീപ്പ് മാത്രം കടന്നു പോകാനായിട്ട് പറ്റുന്ന ഒരു വഴിയാണിത്. എന്നാൽ മറുവശത്തും ജീപ്പ് വന്നാലും അതിവിദഗ്ധമായിട്ട് ഇവർ ഓവർടേക്ക് ചെയ്ത് പോകാറുണ്ട്. ഈ കാണുന്ന മലമുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ധാരാളം പേര് എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതിമനോഹരമായ ഒരു പ്രദേശമാണിത്. ചുറ്റും മലനിരകളും കോടമഞ്ഞും എല്ലാം കൂടി ചേർന്നൊരു പ്രത്യേക ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങകലെ കാണുന്നത് തേനി കമ്പം മേഖലയാണ്, തമിഴ്നാട്. ഈ കാണുന്ന പ്രദേശമാണ് തേനി കമ്പം. ധാരാളം ഇഞ്ചിപ്പുൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഇഞ്ചിപ്പുൽ ആണ് ഈ കാണുന്നത്. അതിനിടയിലൂടെ ഞാൻ കുറേ ദൂരം താഴേക്ക് ഇറങ്ങി. കോടമഞ്ഞ് നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തണുപ്പുണ്ട്, ചെറുതായി ചാറ്റൽ മഴയുണ്ട്. എങ്കിലും നല്ല കാലാവസ്ഥയാണ്. നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത ഒരു കാലാവസ്ഥയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക്, ചതുരംഗപ്പാറ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചതുരംഗപ്പാറയ്ക്ക് മുഴുവനായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം പറയുന്നുണ്ട്. അതിനടുത്ത് തന്നെ ചതുരംഗപ്പാറയുടെ അടുത്ത് തന്നെ വിൻഡ് മിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാറ്റിൻ്റെ സഹായത്തോടുകൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണല്ലോ. നമ്മുടെ രാമക്കൽമേട്ടിലൊക്കെ ധാരാളം ഇതുണ്ട്. തമിഴ്നാട്ടിലൊക്കെ വ്യാപകമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു ഇതാണ് വിൻഡ് മില്ല്. അതിവിടെ കുറച്ച് അധികം ഇല്ല കാണാൻ സാധിക്കും. തിരിച്ചുള്ള യാത്രയും കുറച്ച് ബഹളം പിടിച്ച യാത്രയാണ്. ശരിക്കും പിടിച്ചിരുന്നില്ലെങ്കിൽ താഴെ പോകും. അത്ര കുടുക്കമുള്ളൊരു യാത്രയാണ്. ഓഫ് റോഡാണ്. പക്ഷെ അവർ വളരെ വൈദഗ്ധ്യത്തിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. വിൻഡ് മില്ലാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വിൻഡ് മില്ലിൻ്റെ ഒരു ലീഫ് താഴെ നിന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇതാണ് ആ ലീഫ്. ദൂരെ നോക്കുമ്പോൾ വളരെ ചെറിയൊരു ലീഫായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ താഴെ വീടെടുക്കുമ്പോൾ ലോറിയിൽ കയറ്റാൻ മാത്രം വലിപ്പം ഉണ്ടായിരുന്ന ഉള്ള ഒരു ലീഫാണത്. അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഒരാൾക്ക് കടന്നു പോകാം. നിവർന്നു നിന്നല്ല, ഇത് കിടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു വലിയ ലീഫാണ് ഞാൻ കണ്ടത് അവിടെ. നേരത്തെ കിള്ളിപ്പാറയിൽ നമ്മൾ കണ്ട അതിനേക്കാളും കുറച്ച് ഭംഗിയാർന്ന പ്രദേശം കൂടിയാണത്. ഈ കാണുന്നതാണ് തമിഴ്നാടിലുള്ള തേനി കമ്പം. ഇതെല്ലാം കണ്ട് ഞങ്ങൾ സംതൃപ്തിയോടെ തിരിച്ച് പോകാനുള്ള പുറപ്പാടിലാണ്. തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അവിടെ കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് മുകളിലേക്ക് വണ്ടി പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം പിന്നീട് ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. യാത്രക്കാർക്ക് വളരെ
മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഡ്രൈവിംഗ് നടത്തിയത്. പാട്ടുപാടി ഉല്ലസിച്ച് പുതിയ കൂട്ടുകാരെയും സമ്പാദിച്ച് വിജയകരമായ ഒരു യാത്ര പര്യവസാനം സംതൃപ്തിയോടെ മടങ്ങുന്നു.